ഹലോ അസ്സലാമു അലൈക്കും. മാബിണ്ടാക്കിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സാധനം തേക്കാനാണ്. മുടിക്ക് ഉള്ളില്ലായി നീളമില്ലാത്തത് അകാല നേര ഇതിനൊക്കെ പറ്റിയൊരു സാധനം കേട്ടോ ഉണ്ടാക്കാൻ പോണത്. ഇപ്പോൾ അതാ കണ്ടോളി. മുടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആവശ്യമാണ്. മുടി വേണ്ടെന്നൊക്കെ ആര് പറഞ്ഞാലും അതൊക്കെ വെറുതെ പറയുകയാണ്. എല്ലാവർക്കും മുടിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഈ പറഞ്ഞ മാതിരി മുടിയില്ലെങ്കിൽ തലയിൽ മുണ്ട് നിൽക്കില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ഞാനൊരു ഗ്ലാസ് വെള്ളം വെച്ചിന്ന് അത് നല്ലപോലെ തിളച്ചപ്പോൾ ലേശം ചായപ്പൊടി ഇട്ട്. ഇനി ഞാൻ പോയിട്ടില്ല കേട്ടോ, ഞാൻ ഇവിടെ ഉണ്ടേ. ഞാനൊരു സാധനം എടുക്കാൻ പോയതേന്. അപ്പം നമ്മൾ ലേശം കാപ്പിപ്പൊടിയും കൂടി ആയിക്കിടുക. ഈ രണ്ട് സാധനവും നമ്മളെ തലക്ക് നല്ലതാണ്. മുടിയില്ലാത്തവർക്കും അകാല നിരക്കും. അപ്പം നമ്മളെ മുടിയൊന്നും ഇതുവരെ കാര്യമായിട്ട് നരച്ചിട്ടൊന്നുമില്ല. ഞാനിത് തേച്ചിട്ടൊന്നുമല്ല, ഞാൻ താളിയൊക്കെ തേച്ചേന്ന് ആദ്യം കുളിച്ചിന്ന്. ഇപ്പോൾ ഉള്ള കുട്ടികളൊക്കെ ഷാമ്പു വെച്ചല്ലേ കുളിക്കുക. അപ്പോൾ അതിനുള്ള മെച്ചമൊക്കെ അവർക്ക് കാണുന്നുണ്ട്. മുടിയൊക്കെ നരച്ച് മുടിയൊന്നും ഇല്ലാതെ അതുള്ളത് ഇങ്ങനെ ഷാമ്പു വെച്ച് പാർപ്പിച്ച് അങ്ങനെയൊക്കെ അല്ലേ. അപ്പം അതൊന്നും വേണ്ട. നമ്മളെ തലയും മുടി നമ്മൾ നോക്കണം. അത് ആരുതായാലും എല്ലാവർക്കും മുടി ആവശ്യം തന്നെ. ഇപ്പോൾ മുണ്ടിടണ അല്ലേന്നൊന്നും മുണ്ടതിന് തലയിൽ നിന്നിട്ട് കണ്ടേ മുടിയില്ലെങ്കിൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു തേക്കണമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേറെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഇതും നല്ലതാണ്. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് നല്ല പോലെ ഈ ചായപ്പൊടി ഇതിലൊന്ന് പിടിച്ച് ഈ വെള്ളത്തിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇതങ്ങനത്തെ അല്ല. നിങ്ങളിതാ കണ്ടോളി. ഞാനെൻ്റെ മോൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കലിൻ്റെ ഇടയ്ക്കൊക്കെ. ഓൾക്ക് പിന്നെ തേക്കാൻ മടിയാണ്, ചെറിയ കുട്ടിയല്ലേ. അപ്പം മുടി വേണം, തല നമ്മൾ തിളപ്പിച്ചൊക്കെ എടുത്ത് അരിച്ച് വെച്ചതാട്ടോ. ഇത് ചായപ്പൊടിയും കാപ്പിപ്പൊടിയും കൂടിയാണേ. ഒരിക്കലും തല ഇപ്പം നിരക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇത് ആഴ്ചയിൽ ഒരു 2 ദിവസമോ 3 ദിവസമോ തേച്ച് കൊണ്ട് ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ ഒറ്റ മുടി നിരക്കൂല. അത് ഉറപ്പാണ് ആ കാര്യം. അപ്പോൾ അതാ ഞാനൊരു അലവേരൻ്റെ കഷ്ണം കൂടി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി കുറച്ച് നേരം പേപ്പറിലൊക്കെ കുത്തി വെച്ച് കറയൊക്കെ കളഞ്ഞെടുത്താട്ടോ. അപ്പം നമുക്കിപ്പോൾ ഇതിക്ക് ഇനി വേണ്ടിയത് എന്താ വെച്ചാൽ ചെമ്പരത്തിൻ്റെ ഇല കേട്ടോ. ചെമ്പരത്തിൻ്റെ ഇല അതാ, അതിൻ്റെ 2-3 പൂവും കിട്ടി. അപ്പോൾ ഇത് കുഞ്ഞി ഇലയാണേ. ഇതിലിപ്പോൾ 1-2 ഇലയേ ഉള്ളൂ വലുത്. ഇതുണ്ടോ, ചെറിയ ഇല, വെയിലായിട്ടേക്കും കുഞ്ഞി ഇല കേട്ടോ കിട്ടിയത്. ഇതുണ്ടോ ചെമ്പരത്തിൻ്റെ ഇല. അപ്പോൾ ഞാൻ ഇതൊന്ന് ഈ ജാർക്ക് ഇടുന്നുണ്ട്. ഇത് ഫുള്ള് കണ്ടിടുക. ഇനി ഇതൊന്ന് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇട്ടാൽ മതി. അലവേരൻ്റെ ജെല്ല് ഇതിൻ്റെ അടുത്ത് ഇനി ഒന്നും കൂടെ ഉണ്ട്. ഞാൻ ചെറിയ കഷ്ണമായിമൊന്ന് മുറിച്ച് പോന്നതാണ്. അതും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പം എല്ലാവർക്കും അറിയാം ഇത് അലവേര നല്ലതാണ് മുടിക്ക് എന്നുള്ളത്. ഇനി ഈ ഒരു വിറ്റാമിൻ ഗുളികൻ്റെ ഒന്നിട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ കുറച്ചല്ലേ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഈ ഒരെണ്ണേ ഉള്ളൂ. ഉണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ ഇടാം കേട്ടോ, 2-3 ഒക്കെ ഇടാം. തോനുണ്ടെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ ഇട്ടേണ്ടി. ഈ പിന്നോണ്ട് ഒരു കുത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് പിഴിഞ്ഞാൽ മതി.
നമുക്ക് ലാസ്റ്റ് ഒഴിച്ചാലും മതി. ഇതൊന്ന് അരച്ചെടുക്കട്ടെ. ഇത് ഒഴിച്ചാട്ടോ ഞാൻ അരച്ചെടുക്കണേ. അപ്പോൾ അത് അരച്ചെടുത്തിട്ടോ. അതാ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് രണ്ട് കുറച്ചും കൂടി ഇതിൽ ഈ വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കലക്കിയെടുക്കണം. ഇതിപ്പോൾ ഈ ചെമ്പരത്തിൻ്റെ ഇല നമ്മളെ തലയിൽ തേച്ചാൽ തന്നെ ചളിയും എണ്ണയൊക്കെ പോവും. നല്ലൊരു ഷാമ്പും കൂടിയാട്ടോ ഇത്. ചെമ്പരത്തിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ ഞാൻ വെള്ളം ചേർക്കാതെ ഈ ചായ വെള്ളം ഉണ്ടല്ലോ ഇതാട്ടോ ഒഴിച്ച് അടിച്ചെടുത്ത് ഇനി നമുക്ക് ഈ ഗുളിക ഇതിക്ക് ഒഴിച്ചു കൊടുക്കുക. ഉണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ ഒഴിക്കട്ടോ. ആടി ഇത് നമ്മളെ മുടിക്കൊക്കെ നല്ലതാട്ടോ. ഇപ്പം ഇങ്ങനെ താളിയൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ ഏതെണ്ണ തേക്കണ ചൈല് 2 എണ്ണം ഒഴിച്ച് തേച്ചാലും നല്ലതാണ് തലക്ക്. ഒന്ന് നല്ലോന്ന് ഇളക്കി യോജിപ്പിച്ച് തലയിൽ ഏത് എണ്ണയാണോ തേക്കണത് അതൊന്ന് തൊട്ട് പുരട്ടിയിട്ട് നല്ലപോലെ തേച്ച് കുളിച്ചാൽ മതി. ഷാമ്പു ഒന്നും തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞാതിരി ഈ ചെമ്പരത്തി ഇല തേച്ചാൽ തന്നെ എണ്ണമയമൊക്കെ പോവും, ചെളിയൊക്കെ പോവും. അതിപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. ചെയ്യാത്ത ആൾക്കാരും അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ 2-3 പ്രാവശ്യം ഒന്ന് തേച്ച് നോക്കി. മുടി ഉണ്ടാവും, മുടി നീളം വെക്കും, അകലനേരം പോവും, ഒക്കെ ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ പറ്റിയ ഒരു സാധനം കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതെല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവരോടും നന്ദി പറയുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിർത്തുക കേട്ടോ. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാകും.